എന്താണ് പ്രശ്നം? ഒരു ഗ്യാങ് കുട്ടി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാണ് സാർ. അവർ രക്ഷപ്പെട്ടു. ആ കുട്ടിയേതാ? അതറിയില്ല. ഏകദം താനും ഭാര്യയുമായി പിണക്കത്തിലാണല്ലേ? ഭാര്യ പോയപ്പോ മകള് കൂടി അവരോടൊപ്പം പോകുമെന്ന് പേടിച്ചു. മകളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവളുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാനും തുടങ്ങി. ഈ സെൽഫോൺ അങ്ങനെ വാങ്ങിക്കൊടുത്തല്ലേ? പക്ഷെ ഈ ഫോണിൽ ഇവളെ ആരൊക്കെ വിളിക്കുന്നു, എപ്പോഴൊക്കെ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കി. ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് രാത്രി 10 മണിക്ക് ശേഷം ഒരുപാട് കോളുകൾ വരുന്നു. അതാരാണെന്ന് താൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ആ നമ്പറുകാരന്റെ കൂടെയാ മകളെന്ന് റിയാലിറ്റി ഷോ റിഹേഴ്സൽ കാണാൻ പോയത്. അതുണ്ടാക്കിയ കുഴപ്പത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതും. ഇത് തന്റെ മോളുടെ മാത്രം കാര്യമല്ല. 10ാം ക്ലാസ്സിലും +2നും പഠിക്കുന്ന പല കുട്ടികളുടെയും സെൽഫോണുകൾ രാത്രി 10 മണി കഴിഞ്ഞ എൻഗേജഡാ. ഇൻബോക്സ് നോക്കിയാലോ, വായിക്കാൻ അറക്കുന്ന മെസ്സേജുകളും. എടോ, സെൽഫോണും ഇന്റർനെറ്റും അടക്കം എന്തും നല്ലതിന് തന്നെയാ. പക്ഷെ ആവശ്യം അറിഞ്ഞു വേണം അത് മക്കൾക്ക് നൽകാൻ. വീട്ടിൽ നിന്ന് ഡെയിലി സ്കൂളിൽ പോയി വരുന്ന കുട്ടിക്ക് എന്തിനാടോ മൊബൈൽ ഫോൺ? അതുപോലെ കുട്ടികളുടെ സ്വകാര്യ മുറിയിലേക്ക് യാതൊരു കാരണവശാലും ഇന്റർനെറ്റ് അടക്കമുള്ള കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കരുത്. TV ഇരിക്കുന്നത് പോലെ മറ്റുള്ളവർ കാണുന്ന വിധത്തിൽ വേണം കമ്പ്യൂട്ടർ വയ്ക്കാൻ. അതിന്റെ ദുരുപയോഗം തടയാൻ അതേ മാർഗമുള്ളൂ. കളിപ്പാട്ടം പോലെ ഒരു ഫോണും കമ്പ്യൂട്ടറും കയ്യിൽ കിട്ടുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നവരുടെ വലയിൽ പെട്ടുപോയില്ലെങ്കിലാണ് അത്ഭുതം. മക്കളെ നന്നായി വളർത്താൻ പഠിക്കണോ ആദ്യം. തന്റെ മകൾ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. ഇനി മോൾക്കാ ചെറുക്കന്റെ ശല്യം ഉണ്ടാവില്ല. 2 പെട കിട്ടിയപ്പോ അങ്കിളിന്റെ വീട്ടിലെ താമസവും നിർത്തി നാളെ തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ അവൻ സമ്മതിച്ചിട്ടുണ്ട്. മതി മതി, ഇനി ഇതിന്റെ പേരിൽ കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട. എടോ, ദൈവം മുഴുവനായി കൈവിടാത്തതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സമാധാനിച്ച് മോളെ കൊണ്ട് വീട്ടിൽ പോകും. ഇതിന്റെ പേരിൽ മോളെ അച്ഛൻ വഴക്കൊന്നും പറയില്ല, അല്ലേ സൂണ? എന്നാ ശരി ചെല്ല്, നന്നായി പഠിക്കണം.